നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 പ്രകൃതിയുടെ നിശബ്ദ പ്രാർത്ഥനയിൽ മനുഷ്യ മനസ്സ് ലയിക്കുന്നതാണ് ശബരിമല തീർത്ഥാടനം. അതിന് വ്രതശുദ്ധിയുടെ പവിത്രതയും കൂടി ചേരുന്നു. പഞ്ചശുദ്ധികളുടെ സംഗമമാണ് വ്രതങ്ങൾ. പുണ്യസഞ്ചയനം, ആഗ്രഹ സാഫല്യം, പാപനാശം തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളാണ് വ്രതങ്ങൾക്കുള്ളത്. ഹൈന്ദവ സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ വ്രതമാണ് മണ്ഡലകാലം. ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ വ്രതത്തെ ശബരിമല വ്രതമെന്നും പറയുന്നു. രുദ്രാക്ഷമാലയോ തുളസിമാലയോ ധരിച്ച് വ്രതം ആരംഭിച്ചാൽ പിന്നെ ആ ഭക്തന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ആധ്യാത്മിക സാധനകളാണ്. മദ്യം, മാംസം, പകലുറക്കം തുടങ്ങിയവ പൂർണ്ണമായി ഒഴിവാക്കി അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, സരളത എന്നിവ പാലിച്ചുകൊണ്ടാണ് വ്രതമനുഷ്ഠിക്കുന്നത്. ഋഷിഋണം, ദേവഋണം, പിതൃഋണം എന്നിങ്ങനെ 3 തരത്തിലുള്ള ജീവഋണങ്ങൾ അഥവാ കടങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന തരത്തിലാണ് ശബരിമലയിലെ വ്രതാനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലകാലത്തെ പുണ്യപാപങ്ങൾ ഇരുമുടിക്കെട്ടിലാക്കി ശാസ്താവിന് സമർപ്പിക്കുമ്പോൾ ദേവകടവും, പമ്പയിൽ കുളിച്ച് പിതൃതർപ്പണം ചെയ്യുമ്പോൾ പിതൃകടവും തീരുന്നു എന്നാണ് സങ്കല്പം. തുടർന്ന് ഒരു ഗുരുവചനം ശ്രദ്ധിക്കാം. മഴവെള്ളം ഒരിക്കലും ഉയർന്ന നിലത്ത് നിൽക്കുന്നില്ല, മറിച്ച് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒഴുകുന്നു. അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യം എളിയവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു, എന്നാൽ വ്യർത്ഥരുടെയും അഹങ്കാരികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. മാർഗാവർത്തിതപാദുക പശുപതേരംഗസ്യ കൂർച്ചായത്തെ ഗണ്ഡൂഷാംബുനിഷേചനം പുരരിപോർദിവ്യാഭിഷേകായത്തെ കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബളം നവ്യോപഹാരായത്തെ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതം സായത്തെ. തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. പരാഭക്തിയുടെ മഹിമയാണ് കണ്ണപ്പ ചരിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാകൃതമെങ്കിലും കണ്ണപ്പന്റെ പരാഭക്തിയെയാണ് ഭഗവാൻ സ്വീകരിച്ചത്. ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠഭാവമാണ് കണ്ണപ്പന്. ഭഗവാനേക്കാൾ ഭക്തന് ശ്രേഷ്ഠസ്ഥാനം നൽകി പൂജിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്.
ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 63-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ 61-ാം ശ്ലോകത്തിൽ ഭക്തിയെ പറഞ്ഞ്, അതായത് ചേതോവൃത്തി പൂർണ്ണമായി ഭഗവത്പാദത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞ്, ഭക്തിയാകുന്ന മാതാവ് ഭക്തനെ രക്ഷിക്കുന്നു എന്ന് വിസ്തൃതമായി പ്രതിപാദിച്ച് ഭക്തി മഹിമയെ പറയുകയാണ്. ഇവിടെ ശിവഭക്ത വിജയത്തിൽ വർണ്ണിക്കപ്പെട്ട കണ്ണപ്പനുമായി ബന്ധപ്പെട്ട ചരിതമാണ്. അതിനെ ആലംബമാക്കിയിട്ടാണ് ഈ ശ്ലോകം. ഇവിടെ ആദ്യം പറയുന്നത് മാർഗാവർത്തിത പാദുകാ പശുപതേഹേ അംഗസ്യ കൂർച്ചായതേ എന്നാണ്. മാർഗത്തിൽ വഴിയിൽ നടന്ന് തേഞ്ഞു പോയ അല്ലെങ്കിൽ തേഞ്ഞ പാദുകം ഭഗവാന്റെ അംഗത്തിൽ കൂർച്ഛസ്ഥാനമാകുന്നു. കൂർച്ഛസ്ഥാനം നെറ്റിയിൽ 2 പുരികങ്ങൾക്കും മധ്യത്തിലുള്ള സ്ഥാനമാണ്. ഇതെന്താണ് ഇങ്ങനെയൊരു കൽപ്പന? ഒന്ന്, ഭഗവാന്റെ വിഗ്രഹത്തെ അലങ്കരിക്കാൻ വേണ്ടി കണ്ണപ്പൻ ചെയ്തതാണ്, തൻ്റെ പാദുകത്തെ വെച്ചത്. ഇനി വേറെയും ഒരു പക്ഷമുണ്ട്, അതും പറയാം. വനചരനായ കണ്ണപ്പൻ ശിവഭക്തൻ, വനത്തിൽ ശിവലിംഗത്തെ ഉപാസിക്കുന്നവൻ. ഒരു ദിവസം ഇപ്രകാരം ഉപാസിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ നേത്രസ്ഥാനത്ത് നിന്ന് രക്തം വരുന്നത് കണ്ടു. അയ്യോ, ഭഗവാന്റെ നേത്രം മുറിഞ്ഞല്ലോ എന്ന് സങ്കല്പിച്ച് സ്വന്തം നേത്രം ചൂഴ്ന്നെടുത്ത് അവിടെ സമർപ്പിക്കുകയാണ്. തുടർന്ന് ഭക്തിഭാവത്തോടു കൂടി 2ാമത്തെ നേത്രവും ചൂഴ്ന്നെടുത്ത് സമർപ്പിക്കുന്നു. അപ്പോൾ എവിടെയാണ് ഈ അഭിഷേകം ചെയ്യേണ്ടതെന്ന് കാണണ്ടേ? താൻ കൊണ്ടുവന്നിട്ടുള്ള ജലമുണ്ട് വായയിൽ നിറയെ, അത് അഭിഷേകം ചെയ്യണ്ടേ? ആ സ്ഥാനം തെറ്റരുതല്ലോ. അതിനായിക്കൊണ്ട് തൻ്റെ പാദുകം കെട്ടി ഭഗവാന്റെ ആ വിഗ്രഹത്തിനുപരി ബന്ധിക്കുകയാണ്. അപ്പോൾ സ്പർശിച്ച് മനസ്സിലാക്കാൻ കഴിയും, അത് ഭഗവാന്റെ നെറ്റിത്തടമായി മാറുന്നു. ഇനി ഇവിടെ വേറൊരു വിശേഷമുള്ളത്, നമ്മൾ ശിവാർച്ചന ചെയ്യുന്ന സമയത്ത് ശ്രീരുദ്രം ചൊല്ലിക്കൊണ്ട് ശിവപൂജ, ശിവാർച്ചന, ശിവാഭിഷേകം ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ കലശത്തിൽ നമ്മൾ ജലം പൂർണ്ണമാക്കി അതിൽ ദർഭ കൊണ്ട് നിർമ്മിച്ച കൂർച്ഛസ്ഥാനം സങ്കൽപ്പിച്ച് അനന്തരം പൂർണ്ണമായി ശ്രീരുദ്ര പാഠം ചെയ്യുന്നു. ശ്രീരുദ്ര പാഠാനന്തരം ആ ദർഭ കൊണ്ട് നിർമ്മിതമായത് കൂർച്ചയായി കൽപ്പിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിന് മുകളിൽ ചാർത്തുന്നു. എന്നിട്ടാണ് ആ മന്ത്രഭൂതമായ ജലം അഭിഷേകം ചെയ്യുന്നത്. ഇതേപോലെ ഈ പാദുകം കൂർച്ഛസ്ഥാനമാവുകയാണ്. തൻ്റെ വായയിൽ നിറച്ചു കൊണ്ടുവന്നിട്ടുള്ള വെള്ളം അത് ദിവ്യമായ അഭിഷേകമായി തീരുകയാണ്. പരാഭക്തിയുടെ ഭാവമാണ് അവിടെ കണ്ണപ്പനിലുള്ളത്. താൻ തന്നെ ഭക്ഷിച്ച് ഒരല്പം കടിച്ചു നോക്കി നല്ലതെന്ന് ബോധിച്ചിട്ടുള്ള മാംസക്കഷ്ണം, ഇറച്ചിക്കഷ്ണം അത് ഭഗവാന് സമർപ്പിക്കുകയാണ്, നിവേദിക്കുകയാണ്. നവ്യമായ ഉപഹാരമായിട്ടത് തീരുന്നു. ഭഗവാൻ അങ്ങനെ സ്വീകരിക്കുന്നു. ഇവിടെ അശുദ്ധമാണ് ജലമെന്നുള്ളതല്ല, ഭക്തിഭാവം കൊണ്ട് സമർപ്പിക്കപ്പെട്ടതാണ്. ഇത്രയും പറഞ്ഞിട്ട് ഭക്തി കിന്ന കരോത്യഹോ, ഭക്തി എന്താണ് ചെയ്യാത്തത്? വനചരഹ ഭക്താവതംസായതേ, വനചരൻ വനത്തിൽ ചരിക്കുന്നവനാണ്. അയാൾക്ക് വൈദികമായിരിക്കുന്ന വിധാനങ്ങളെയോ മന്ത്രങ്ങളെയോ ക്രിയകളെയോ ഒന്നും അറിയില്ല. പക്ഷെ ഒന്ന് മാത്രമുണ്ട്, തികഞ്ഞ ഭക്തിയുണ്ട്. സകല വിധിവിധാനങ്ങൾക്കും ഉപരിയുള്ള സമർപ്പണാത്മകമായ ഭക്തിയുണ്ട്. ആ ഭക്തിയുടെ പൂർണ്ണതയിൽ 2 കണ്ണുകളും അയാൾ ചൂഴ്ന്നെടുത്ത് സമർപ്പിക്കുകയാണ്. ആ ഭക്തിപൂർവമാണ് താൻ നടന്ന് തേഞ്ഞ ചെരുപ്പ് കൂർച്ഛമാക്കിയത്. അനന്യഭാവമാണ്. ആ ഭക്തിഭാവത്തിലാണ് താൻ കവിൾക്കൊണ്ട ജലം
അഭിഷേകത്തിന് ഉപയോഗിച്ചത്. ആ ഭക്തിഭാവത്തിലാണ് താൻ കടിച്ച് നല്ലതെന്നുറപ്പ് വരുത്തിയ മാംസം ഭഗവാന് സമർപ്പിച്ചത്. അപ്പോൾ ഈ ഭക്തിമഹിമ കൊണ്ട് എന്തുണ്ടായി? ഈ വനചരഹ ഭക്താവതംസായതേ, ഭക്താവതംസമായി, ഭക്തന്മാർക്ക് അവതംസമായി തീർന്നു. ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠഭാവത്തെ പ്രാപിച്ചു. ആ ശ്രേഷ്ഠഭാവത്തിൻ്റെ അനുഭവം ശ്രീകാളഹസ്തിയിൽ ഭഗവാന് ഉപരിയുള്ള സ്ഥാനത്താണ്. ശ്രീകാളഹസ്തീശ്വരനായ ഭഗവാനും ഉപരിയുള്ള സ്ഥാനത്താണ് കണ്ണപ്പൻ ഇന്നും സ്ഥാനമുള്ളത്. ഭഗവാൻ ഉപരി ഭക്തനെ പൂജിക്കുന്ന സമ്പ്രദായം നമുക്ക് ശ്രീകാളഹസ്തിയിൽ കാണാം, ഇന്നും കാണാം. അതാണ് ഭക്താവതംസമായി തീരുന്നു വനചരൻ. എല്ലാ വിധിവിധാനങ്ങൾക്കും അപ്പുറത്തുള്ള പരാഭക്തിയുടെ മഹിമയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വിളംബരം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഏറ്റവും ഒടുവിൽ ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും മറ്റും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വനനീലിമയുടെ നിഗൂഢ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പാവന വീഥികളാണ് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധി തേടിയെത്തുന്ന ഏതൊരു ഭക്തനെയും സ്വാഗതം ചെയ്യുന്നത്. പ്രകൃതി ദേവിയുടെ അനുഗ്രഹവർഷം കണ്ട് തീർത്ഥാടകന്റെ ഹൃദയം നിർമ്മലമായ നിതാന്ത സൗന്ദര്യത്തിൻ്റെ നിത്യതയിൽ വിലയം പ്രാപിക്കുകയാണ്. തീർത്ഥാടകനായി എത്തുന്ന ഏതൊരു ഭക്തനും ഇതിനടുത്തുള്ള സ്വപ്നസദൃശ്യമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പം വിശ്രമിക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് പ്രസിദ്ധമായ പാലരുവി വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലപ്രവാഹം ഒരു നിമിഷം നിന്ന് ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് എടുത്തു ചാടുന്ന കാഴ്ച അവിസ്മരണീയമാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആവോളം നുകർന്ന് ആ ജലധാരയുടെ പുണ്യം മനസ്സിലും ശരീരത്തിലും നിറച്ച് സാഷ്ടാംഗ സ്നാനം നടത്തി നാം ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ സന്നിധി തേടി യാത്ര തുടരുകയാണ്. കലിയുഗത്തിൽ ധർമ്മത്തിൻ്റെ സംസ്ഥാപകനായിട്ടാണ് ശ്രീ ധർമ്മശാസ്താവ് വിളങ്ങുന്നത്. പുരാണങ്ങളിൽ കലിയുഗത്തിൻ്റെ ദോഷങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ലൗകിക വിഷയങ്ങളിൽ ആസക്തനായ മനുഷ്യൻ ധർമ്മം കൈവിടിഞ്ഞ് സ്വാർത്ഥരും സദാചാരരഹിതരുമായി തീരുമെന്നും പുരാണങ്ങൾ മുന്നറിയിപ്പ് തരുന്നു. ഈ ധർമ്മച്യുതിക്ക് ഏക പരിഹാരമാർഗം താരകബ്രഹ്മസ്വരൂപനായ ധർമ്മശാസ്താവിനെ വ്രതനിഷ്ഠയോടുകൂടി ഭജിക്കുക എന്നത് മാത്രമാണ്. കാരുണ്യമൂർത്തിയായ ധർമ്മശാസ്താവ് കലിയുഗ വരദനായതും ഈ വിധിയനുസരിച്ചാണ്. റോഡ് നിരപ്പിൽ നിന്ന് ഏതാണ്ട് 35 അടി താഴ്ചയിലാണ് ആര്യങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാനനത്തിൽ കൂട്ടമായി ശരണമേറ്റു പാടുമ്പോൾ കാലിനല്ല നൊമ്പരം, കരളിലല്ലോ ഉന്മേഷം, കരളിലല്ലോ ഉന്മേഷം. ശബരിഗിരിധനധിപനേ അഭയവരദയ്യപ്പ, ശബരിഗിരിധ. മലയാളികൾ എന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങളും ഇവിടെ നിത്യസന്ദർശകരായി എത്തിച്ചേർന്ന് ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ കലിദോഷങ്ങൾ അകറ്റാൻ പ്രാർത്ഥന നടത്തിവരുന്നു. തികച്ചും പൗരാണികമായ ഒരു ക്ഷേത്ര സംസ്കാരത്തിൻ്റെ നീക്കിയിരുപ്പുകൾ ഇപ്പോഴും നമുക്ക് ആര്യങ്കാവിലെ ക്ഷേത്രസന്നിധിയിൽ ദർശിക്കാവുന്നതാണ്. പഴയ രാജവാഴ്ചയുടെ പ്രതാപൈശ്വര്യങ്ങൾ വെന്നിക്കൊടി പാറിയ ചരിത്രത്തിൻ്റെ ശിലാലിഖിതങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും വായിച്ചെടുക്കാം. ദേശവും ഭാഷയും അതിർവരമ്പുകളല്ലാതാവുകയും
വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും താമരനൂലുകൊണ്ട് കോർത്തിണക്കിയ നാട്ടുരാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും സ്നേഹത്തിൻ്റെ കഥയും ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ കാണാം. ഭക്തിയുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ സമൂഹത്തെ ഒന്നാക്കി മാറ്റാൻ പോന്ന മഹത്തായൊരു സംസ്കാരത്തിൻ്റെ ഗരിമ വിളിച്ചോതുകയാണ് പാവനമായ ഈ ക്ഷേത്രസന്നിധി. സൗരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ കുടിയേറിപ്പാർത്ത ബ്രാഹ്മണർ തിരുവിതാംകൂർ രാജാവിനെ പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നിരുന്നതും ഈ വഴിയായിരുന്നു. ഒരു ദിവസം സൗരാഷ്ട്ര ബ്രാഹ്മണനായ കച്ചവടക്കാരൻ പുഷ്കല എന്നു പേരായ കന്യകയായ തന്റെ മകളെയും കൂട്ടി പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി. യാത്രാമധ്യേ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര സന്നിധിയിൽ അവർ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ തന്റെ മകളെ ക്ഷേത്രത്തിലെ പൂജാരിയെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ച് കച്ചവടക്കാരൻ തിരുവിതാംകൂർ രാജധാനിയിലേക്ക് യാത്രയായി. യാത്രയിൽ മാമ്പഴത്തറ എന്ന സ്ഥലത്ത് വെച്ച് മതമിളകിയ ഒരു കൊമ്പനാന കച്ചവടക്കാരനെതിരെ ആക്രമിക്കാനെത്തി. ഭയം കൊണ്ട് പരവശനായ കച്ചവടക്കാരൻ സർവവും മറന്ന് അയ്യപ്പ, സ്വാമി രക്ഷിക്കണേ എന്ന് വിലപിച്ചു. ഉടൻ തന്നെ വേട്ടക്കാരന്റെ രൂപത്തിൽ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ആനയെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. തന്റെ ജീവൻ രക്ഷിക്കാനെത്തിയ യുവാവിൽ താല്പര്യം തോന്നിയ കച്ചവടക്കാരൻ കൈവശമുള്ള ഭാണ്ഡത്തിൽ നിന്നും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നീലപ്പട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചു. പട്ടു വാങ്ങി കഴുത്തിലണിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു എന്ന് യുവാവ് ചോദിച്ചപ്പോൾ മണവാളനെ പോലെ ഇരിക്കുന്നു എന്ന് കച്ചവടക്കാരന് മറുപടി നൽകി. ഇത് കേട്ട് യുവാവ് ചോദിച്ചു, എങ്കിൽ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ? കച്ചവടക്കാരൻ മറുപടിയായി, നീ എന്റെ ജീവൻ രക്ഷിച്ചു, തീർച്ചയായും നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം. എങ്കിൽ ആര്യങ്കാവ് ക്ഷേത്രസന്നിധിയിൽ കാണാം എന്ന് പറഞ്ഞ് യുവാവ് അപ്രത്യക്ഷനായി. ഈ സമയം ആര്യങ്കാവിലെ പൂജാരിക്ക് സ്വപ്നത്തിൽ അയ്യപ്പ ദർശനമുണ്ടായിരുന്നു. ദേവൻ ഇങ്ങനെ അരുളി ചെയ്തു. ഏതാനും സമയത്തിന് ശേഷം സൗരാഷ്ട്ര കച്ചവടക്കാരൻ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അങ്ങയുടെ കയ്യിലേൽപ്പിച്ച പുഷ്കലാദേവിയെ ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു. അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. എല്ലാ വർഷവും ഇതേ ദിവസം സൗരാഷ്ട്ര കച്ചവടക്കാരെയും കുടുംബങ്ങളെയും ക്ഷണിച്ചു വരുത്തി വിവാഹ ആഘോഷങ്ങൾ നടത്തണമെന്നും പറഞ്ഞു. അന്നു മുതൽ ആര്യങ്കാവ് ശാസ്താവ് പുഷ്കല സമേതനായി അറിയപ്പെട്ടു. തോഴനമയ്യ വനയാത്രയ്ക്ക് നീ തുണ ചെയ്യ തോഴനമയ്യ വനയാത്രയ്ക്ക് നീ തുണ ചെയ്യ മരണം വൻപുലിക്കൂട്ടത്തെ മാറ്റിക്കൊണ്ടാവതു നൽകണമയ്യ. മരണം വൻപുലിക്കൂട്ടത്തെ മാറ്റിക്കൊണ്ടാവതു നൽകണമയ്യ. മല കയറാൻ മാലയിട്ടാൽ മനസ്സിനുള്ളിൽ ആഘോഷം. ആര്യതാതനായ ധർമ്മശാസ്താവിന്റെ നാമവുമായി ബന്ധമുള്ളതിനാലാണ് ആര്യങ്കാവ് എന്ന പേരുണ്ടായത്. കിഴക്കു ദർശനമായാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. ആര്യങ്കാവ് ക്ഷേത്രത്തിന് കിഴക്ക് കുറ്റാലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കുറ്റാലം ശിവനെ നോക്കി ചിന്മുദ്രയോടുകൂടിയാണ് ഇവിടെ ശാസ്താവിന്റെ അധിവാസം. മതഗജത്തെ അടക്കി നിർത്തിയ ദേവനായതുകൊണ്ട് ആ ഭാവവും ഇവിടെയുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന താന്ത്രിക വിധികൾ പൂർണ്ണരൂപത്തിൽ ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല. അഷ്ടബന്ധമുറപ്പിച്ച പീഠപ്രതിഷ്ഠകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് പ്രത്യേകത. കാലങ്ങൾക്ക് മുമ്പേ മഹാക്ഷേത്രമായിരുന്നു ഇവിടമെന്ന് പഴമക്കാർ പറയുന്നു. പിന്നീട് തിരുവിതാംകൂർ രാജാവിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ് ഇന്നു കാണുന്ന ക്ഷേത്രസന്നിധി. പരിവാര പ്രതിഷ്ഠകളും കൊടിമരവും ഇവിടെയില്ല. ശീവേലിയും പൂജാവിധിയിലില്ല. വെട്ടിക്കവല കോക്കുളത്തു മഠത്തിനാണ് ഇവിടെ തന്ത്രത്തിന് അധികാരമുള്ളത്. നടയ്ക്ക് നേരെയല്ല ഇവിടുത്തെ വിഗ്രഹം കുടികൊള്ളുന്നത്. വലതു മൂലയിലേക്ക് അല്പം ചരിഞ്ഞിരിക്കുന്ന നിലയിലാണ്. 10ാമതേ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയ്ക്ക് നേരിൽ പതിക്കും. പരശുരാമ പ്രതിഷ്ഠയിൽ ഉച്ചയ്ക്ക് മാത്രമേ അഭിഷേകം നടത്താറുള്ളൂ. 10നും 55നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ പ്രവേശനം അനുവദിക്കാറില്ല എന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഉച്ചപൂജയ്ക്ക്
ഇവിടെ മാത്രം കാണുന്ന ഒരാചാരമാണ് തേവാരപ്പാട്ട്. ആര്യങ്കാവ് ശാസ്താവിന്റെ കീർത്തികളാണ് തേവാരപ്പാട്ട്. சாஸ்தானமாய்க்கொண்டு தாய் போல் வருவர் இந்த தனி வழிக்கு பார்த்தால் நமக்கு பயமேதுமில்லை பயந்து பயந்து ஆச்சாமற் சொல்லி அவயமீட்டேறி வரும் துரகமதில் காத்த தேவனும் கடிய குஞ்சேரிய காவலனி வாழையும் தெங்கும் வரிக்கு பிலாவுடன் மாங்கனியும் சோலையும் சொரிய வண்டலாவும் குளத்தோரை பதியில் சென்றார். ശാസ്താവിന്റെ വിവാഹാഘോഷ ചടങ്ങുകളാണ് തൃക്കല്യാണ മഹോത്സവത്തിൽ നടക്കുന്നത്. ധനു 3 മുതൽ 12 വരെയാണ് ഉത്സവം. ആര്യങ്കാവ് ശാസ്താവിന്റെ സമീപത്തിരിക്കുന്നത് മാമ്പഴത്തറ ഭഗവതിയാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം. തൃക്കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വൃശ്ചികം 1 തുടങ്ങി 39ാമത്തെ ദിവസമാണ്. അതിനു മുമ്പ് തന്നെ സൗരാഷ്ട്രയിൽ നിന്നും വധുവിന്റെ ആളുകളും വരന്റെ ആളുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരും സന്നിഹിതരാകും. തികച്ചും ഒരു കല്യാണത്തിന് വേണ്ടതായ ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വൃശ്ചികം തുടങ്ങി 39ാമത്തെ ദിവസം മാമ്പഴത്തറയിൽ നിന്നും പെണ്ണിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ആര്യങ്കാവ് ദേവസ്ഥാനം സൗരാഷ്ട്ര മഹാജന സംഘം എന്ന സംഘടനയിൽപ്പെട്ടവരാണ് വധുവിന്റെ വീട്ടുകാരായി ഇവിടെ എത്തിച്ചേരുന്നത്. വധുവിനെ സ്വീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മണ്ഡപത്തിൽ വെച്ച് പാണ്ഡ്യൻ മുടിപ്പ് എന്ന ചടങ്ങ് നടക്കും. ദേവന്റെയും ദേവിയുടെയും വിവാഹ നിശ്ചയമാണ് പാണ്ഡ്യൻ മുടിപ്പ്. വിവാഹ നിശ്ചയത്തിൽ വരന്റെ വീട്ടുകാർ വധുവിന് പണം നൽകുന്ന ചടങ്ങാണ് ഇത്. തിരിച്ച് വധുവിന്റെ വീട്ടുകാർ വരനും പണം നൽകും. വളരെ ആഘോഷപൂർവമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം കല്യാണപ്പെണ്ണ് കതിർമണ്ഡപത്തിലെത്തും. കല്യാണം നടക്കാൻ ഏതാനും നിമിഷം ബാക്കി നിൽക്കെ പെൺകുട്ടി ഋതുമതിയാവുകയും വിവാഹം മുടങ്ങുകയും ചെയ്യും. പെൺകുട്ടി ഋതുമതിയായതിന്റെ തെളിവായി പൂജാരി ചുവന്ന പട്ടെടുത്ത് വിവാഹത്തിൽ സന്നിഹിതരായവരെ കാണിക്കുകയും ചെയ്യുന്നു. അടുത്ത വർഷം വീണ്ടും ഇതേ സമയം വിവാഹം നടത്താം എന്ന വ്യവസ്ഥയിൽ വധൂവരന്മാരുടെ വീട്ടുകാർ പിരിയുകയായി. ഓരോ വർഷവും ഈ ചടങ്ങ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തൃക്കല്യാണ ദിവസം ഇവിടെ നിന്നും പ്രസാദമായി മഞ്ഞൾ ചരട് മാല അഥവാ മംഗല്യമാല ലഭിക്കും. ഇത് ധരിച്ചു കഴിഞ്ഞാൽ യുവതികളുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്നാണ് ഐതിഹ്യം. ആര്യങ്കാവിൽ ഉത്സവമായ തൃക്കല്യാണ ചടങ്ങുകളിൽ 8 ദിവസം ദേവൻ ഓരോ വാഹനങ്ങളിലായി ക്ഷേത്രത്തിന് വലം വയ്ക്കും. ഇതിനായി വ്യത്യസ്ത തരം വാഹനങ്ങൾ ഇവിടെ അലങ്കരിച്ചു വയ്ക്കും. എല്ലാ വാഹനങ്ങളും മൃഗജീവികളുടെ സങ്കല്പത്തിലുള്ളതാണ്. തൃക്കല്യാണത്തോടനുബന്ധിച്ചാണ് ദേവൻ വാഹനങ്ങളിൽ എഴുന്നള്ളത്ത് നടത്തുന്നത്. ഈ വാഹനങ്ങളുടെ നിർമ്മാണവും ചടങ്ങുകളും തമിഴ് ആചാരമനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാളവാഹനത്തിൽ ദേവനും പൂങ്കോയിൽ വാഹനത്തിൽ ദേവിയും എഴുന്നള്ളിയാണ് വിവാഹമണ്ഡപത്തിലേക്ക് വധൂവരന്മാർ പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഉപദേവന്മാരായി നാഗപ്രതിഷ്ഠയും തൊട്ടടുത്ത് കറുപ്പസ്വാമിയും കറുപ്പായിയമ്മയും ദർശനം നൽകുന്നു. അയ്യപ്പസ്വാമിയുടെ അനുചരനാണ് കറുപ്പസ്വാമി. ഗോപുരം കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തൃക്കല്യാണ മണ്ഡപത്തിന് സമീപത്തായി വനദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിന്റെ പൊൻസ്തുതികൾ ഉള്ളഴിഞ്ഞളവിലൊന്നു ചൊല്ലിടുമ്പോൾ എന്റെ ഹൃത്തമരുമയ്യ രൂപമൊരു സ്വർണ്ണവർണ്ണമാകും. ക്ഷേത്രത്തിന് കിഴക്ക് വശത്ത് വിളക്കുകല്ലിന് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ കാണാം. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഇണ്ടളയപ്പൻ കുടികൊള്ളുന്നു. ശിവസങ്കല്പമാണ് ഇണ്ടളയപ്പമൂർത്തിയുടെ. പുഷ്കല സമേതനായ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിനെ വണങ്ങി തങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ച് ഭക്തജനങ്ങൾ നിർവൃതി അടയുന്നു. അയ്യപ്പസ്വാമിയുടെ അവദാനങ്ങൾ വാഴ്ത്തി ഒരു കർപ്പൂര ദീപം പോലെ ഭക്തർ പരമാത്മ ചൈതന്യത്തെ അറിയുന്നു.